ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഉടമ്പടിയിൽ വെക്കുമ്പോൾ നിങ്ങൾ ഈ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി വേണം. നിങ്ങൾക്കറിയാവില്ലേ എപ്പോഴും ചെയ്യേണ്ടത്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചാൽ മതി എന്നും പറഞ്ഞാണ് ചില ആൾക്കാർ പരീക്ഷ എഴുതണത്. പക്ഷെ ചിലർ പരീക്ഷ എഴുതുന്നത് അങ്ങനെയല്ല. അവർക്കെന്താണ്, അവർക്ക് ആദ്യത്തെ 10 റാങ്കിൽ എവിടെയെങ്കിലും കയറി പറ്റണമെന്ന് എഴുതത്തുള്ളൂ. അതാണ് വ്യത്യാസം. ആ വ്യത്യാസമുണ്ട്. ചിലർ പറയണത് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്നാ. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്ക് പൊടികോരി തിന്നാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഭൂമിയിലുള്ള കാര്യം നടന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഉടമ്പടി വെക്കാം നിങ്ങൾക്ക്. പക്ഷെ അതേസമയം തന്നെ ആദ്യത്തെ 10 റാങ്കിൽ ഒരാളായിട്ട് കയറി പറ്റണമെന്ന് പറഞ്ഞ് ഉടമ്പടി വെക്കാം. അത് സാന്നിധ്യത്തിൻ്റെതാണ്. ഡിസ്റ്റിങ്ഷൻ കഴിഞ്ഞ് മുകളിലോട്ട് വരണതെല്ലാം എൻ്റെ റാങ്ക് സാന്നിധ്യത്തിൻ്റെതാണ്. നിങ്ങളെന്തിനാണ് ഉടമ്പടി എടുക്കേണ്ടത്? കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെന്ന് ഉടമ്പടി എടുക്കണം. പറഞ്ഞ മനസ്സിലായ? അല്ലാതെ വസ്തു വിൽക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കണ ഈസിയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഓവർ പ്രാധാന്യം കൊടുക്കരുത്. അതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ നടക്കും ഉടമ്പടിക്കാലത്ത്. നിങ്ങൾ പറയണത് എന്താണ്? നിങ്ങൾക്ക് സാന്നിധ്യം വേണമെന്ന് പറയണം. കാര്യം വാഗ്ദാനത്തിലുള്ളതാണ്, നമുക്ക് സ്കീമിലുള്ളതല്ലേ. ഇപ്പം ഞങ്ങൾക്ക് വീട് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നാൽ പഞ്ചായത്തുകാർ പറയും നിങ്ങൾ ആപ്ലിക്കേഷൻ വെക്കൂ. പക്ഷേ 300 ആപ്ലിക്കേഷൻ ഇവിടെ കിടപ്പുണ്ട്. ലൈഫ് മിഷൻ്റെ 300 ആപ്ലിക്കേഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്നാലും നിങ്ങൾ വെക്കൂ. ഞങ്ങൾ വീടൊക്കെ വന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ യോഗ്യരാണെങ്കിൽ അടുത്ത ഗഡുവിന് പരിഗണിക്കാം. എന്നാൽ അവർ പരിഗണിക്കാം എന്ന് പറയാൻ കാര്യം സ്കീമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പറയാം ലൈഫ് മിഷൻ്റെ വീട് പോയി, ഞങ്ങൾക്ക് വീടുണ്ട്, ഞങ്ങളുടെ വീടൊന്ന് പുതുക്കി പണിതാൽ മതി, ഓടിൻ്റെ വീടാണ് ഇട്ടിരിക്കുന്നത്, അതൊന്ന് വാർത്താൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഓടിട്ട വീട് ഓട് മാറ്റിയിട്ട് വാർക്കുന്ന സ്കീമില്ലെന്ന് പറയും. അപ്പോൾ പറയാം, അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറയും ചേച്ചി എപ്പോഴും കയറി ഇറങ്ങണ്ട, അത് മൊത്തം പൊളിച്ച് മാറ്റി എന്നിട്ട് നിങ്ങൾ രണ്ടാമത് ഈ ആപ്ലിക്കേഷൻ വെക്കാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീട് കിട്ടുമല്ല, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. അത് സ്കീമിൻ്റെ പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾക്ക് ഉടമ്പടിയിലുള്ളത് വാഗ്ദാനങ്ങളെല്ലാം സ്കീമുകളാണ്. പ്രസൻസ് എന്ന് പറഞ്ഞ സ്കീമാണ്, ഓൾറെഡി ഉള്ളതാണ്. ഉള്ള കാര്യം നമുക്ക് ചോദിക്കാം, ഇല്ലാത്ത കാര്യം ചോദിക്കാതിരുന്നാൽ മതി. ഉള്ള കാര്യം ചോദിക്കാം, അത് സ്കീമിലുള്ളതാണ്. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ അപ്പോൾ സ്കീമിലുള്ളതാണത്. അപ്പോൾ നമുക്കെന്ത് ചോദിക്കാം? കർത്താവ് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ട്, പല കാര്യങ്ങളൊക്കെ ഉണ്ട്, മാളെ കെട്ടിക്കണം, തന്നെയല്ല മറ്റേ ആ ഇംഗ്ലണ്ടിൽ പോയ കൊച്ചിൻ്റെ ജോലി രണ്ടാമത് വിസ പുതുക്കി കിട്ടണില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് നിന്നെ കാണണം, അതാണ് വിഷയം. അപ്പോസ്തലന്മാരൊക്കെ ആദ്യം വന്നപ്പോൾ ചോദിച്ച ചോദ്യം അതാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടത്. ഈശോയോട് ചോദിച്ചേ, റബ്ബി വേറെ ആർ യു ലിവിങ്? ഒയ്യോ ഭയങ്കര, അതായത് വേറെ ആർ യു ലിവിങ്? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്?
അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10 മണിക്കൂറായിരുന്നു. അപ്പൊ ഇതിനകത്ത് വരുന്നൊരു വിഷയം, കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങൾ എന്താണ് അന്വേഷിക്കണം എന്നാണ് ചോദിക്കണത്. പക്ഷെ അവർ ഉത്തരം പറയണത് ആരെ അന്വേഷിക്കുന്നു എന്നതിനാണ്. അവിടെ ഭയങ്കര ട്വിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. എന്താണ് അന്വേഷിക്കണം എന്നാണ് ചോദിക്കണത് കർത്താവ്. അപ്പോൾ പറയും, ഞാൻ എൻ്റെ പരീക്ഷ ജയിക്കാൻ വേണ്ടിയാണ് അന്വേഷിക്കുന്നത്. എന്നുവെച്ചാൽ നിൻ്റെ കയ്യിൽ നിന്നുള്ള ആനുകൂല്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ കർത്താവും ചോദിക്കണത്, നിങ്ങൾ വല്ല എൻ്റെ പുറകെ വരുന്നുണ്ടല്ലോ, നിങ്ങൾ ആനുകൂല്യങ്ങളാണോ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ആനുകൂല്യങ്ങളല്ല. വി വണ്ട് ടു നോ ദാറ്റ് വെയർ യു ആർ ലിവിങ്. നീ എവിടെ താമസിക്കുന്നു എന്നറിയണം. വചനത്തിൻ്റെ കൂടെ എവിടെയാണെന്ന് അറിയണം. അയ്യോ, എന്നാ ചോദ്യമാണ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ. എന്നാ ഉത്തരവാണ്. നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ കർത്താവ് ചോദിക്കണം, നിങ്ങൾ എന്താണ് അന്വേഷിക്കണതെന്നാണ്. പരീക്ഷയ്ക്ക് വിജയമാണോ, വസ്തു വിൽക്കാനാണോ, വിഷയങ്ങളാണോ അന്വേഷിക്കണത് എന്ന് പറയുമ്പോൾ ആണെന്നല്ല അവർ പറയണത്. അവർ പറയുന്നത് എന്താണ്? വിഷയങ്ങളല്ല ഞങ്ങളുടെ പ്രശ്നം, വ്യക്തിയാണ്. നീ ആണ് ഞങ്ങളുടെ പ്രശ്നം. നീ എവിടെ താമസിക്കുന്നു? അതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതാണ് വിഷയം. ഉടമ്പടിയുടെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. എവിടെ താമസിക്കുന്നു വെച്ചാൽ കർത്താവിൻ്റെ കൂടെ താമസിക്കാവുന്നൊരു കാലമാണ് ഈ ഉടമ്പടി കാലം എന്ന് പറയണത്. ഇത് അവസാനം വരെ ഈ ചോദ്യ ഉത്തരങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പട്ടാളക്കാർ വരുമ്പോൾ കർത്താവ് ചോദിക്കും, അവിടെ ചോദിക്കണത് നിങ്ങൾ എന്ത് അന്വേഷിക്കണം എന്നല്ല ചോദിക്കണത്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു എന്നാണ് ചോദിക്കേണ്ടത്. കാര്യം എന്താണ്? അവർ ചോദിക്കേണ്ട ആൾ വ്യക്തിയാണ്, വ്യക്തിയുടെ ആനുകൂല്യങ്ങളല്ല. അവർ ചോദിക്കേണ്ട ആളാരാണ്? വ്യക്തിയാണ്. അപ്പം എന്തന്വേഷിക്കുന്നു ചോദിക്കുന്ന ബൈബിള് അവസാനിക്കുന്നത് ആരെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ശ്രുതികട ഹല്ലേലൂയ യോഹന്നാൻ 18:4 തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ പറയും, ജീസസ് ഓഫ് നാസറത്ത്, ദാറ്റ്സ് മീ. നിങ്ങൾ അന്വേഷിക്കുന്ന ആള് ഇനി വേറെ ആരും നിങ്ങൾ അന്വേഷിച്ച് പോകേണ്ട ആള് ഞാൻ തന്നെയാണെന്ന് പറയും. ദാറ്റ്സ് മീ എന്ന് പറയുമ്പോൾ ആ വചനത്തിൻ്റെ പവറിൽ യേശുവിനെ പിടിച്ചു കെട്ടാമെന്ന് ഒരു മലന്നടിച്ച് വീണാണ് നമുക്ക് കാണുന്നത്. അതാണ് പവർ ഓഫ് ഗോഡ് എന്ന് പറയണത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അഥവാ ദൈവം എന്നിലൂടെ ഇപ്പോൾ ഈ നിമിഷം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ സുവിശേഷത്തിൻ്റെ യാത്രയിൽ ആദ്യം മനുഷ്യൻ ആരംഭിക്കുന്നത് എന്ത് അന്വേഷിക്കുന്നു എന്നും പറഞ്ഞാൽ കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? പിന്നീട് ഈശോ അത് അവസാനിപ്പിക്കുന്നത്, നിങ്ങൾ കൈതല്ല അന്വേഷിക്കേണ്ടത്, നിങ്ങൾ വിഷയമല്ല അന്വേഷിക്കേണ്ടത്, എന്നെ തന്നെയാണ് പിതാവ് അയച്ച എന്നെ തന്നെയാണ് അന്വേഷിക്കേണ്ടത്. അതാണ് ആരെ അന്വേഷിക്കുന്നു. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്വാഭാവികം നമുക്കൊരു പ്രലോഭനം ഉണ്ടാകാം. എന്തന്വേഷിക്കാൻ? ജോലി അന്വേഷിക്കാൻ, വീട് അന്വേഷിക്കാൻ, പ്രമോഷൻ അന്വേഷിക്കാൻ, പെൻഷൻ അന്വേഷിക്കാൻ, PR അന്വേഷിക്കാൻ നമുക്ക് ത്വര ഉണ്ടാകാം. ഈ ത്വരയെ അതിലംഘിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഉടമ്പടിയിലൂടെ ക്രിസ്തുവിനെ അന്വേഷിക്കാൻ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടിയുടെ ലക്ഷ്യം നീ തന്നെയാണെന്ന വലിയ വെളിപ്പെടുത്തൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ.
അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. ഉടമ്പടിയിലൂടെ ഈശോ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്നുള്ളതാണ്. ഉടമ്പടിയുടെ ഈശോ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ആരെ അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യ ദൈവവേദലെ നീ മനസ്സിലാക്കണം, കഷൻ കൈൻഡായിട്ടുള്ളൊരു കാലം കഴിയുമ്പോൾ പിന്നീട് നീ അതിലൂടെ കർത്താവിനെ അന്വേഷിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടിയിൽ അനുഗ്രഹങ്ങൾ കൈപ്പറ്റുമ്പോൾ നടത്തിയ വഴികളെ കരുതിയ കരുതൽ നിനച്ചിരുമ്പോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ ഈശോ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഏറ്റവും ഉടമ്പടി ഏറ്റവും അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് ഉടമ്പടിയുടെ അടിസ്ഥാനം. ഈ വാഗ്ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഗ്രേഡഡ് ആയിട്ടുള്ള വാഗ്ദാനം എന്താണ്? ആദ്യത്തെ 10 റാങ്കിലുള്ള ഇതിൻ്റെ വാഗ്ദാനം എന്താണ്? ടോപ്പ് റാങ്കിലുള്ള വാഗ്ദാനം എന്താണ്? അത് പ്രസൻസാണ്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. അതാണ്. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ അടിസ്ഥാനപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി. എൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് എന്താണ്? നിങ്ങൾ എന്നെ, അതാണ് 14:23 വായിച്ചത് അല്ലേ? ഇതാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സാന്നിധ്യത്തിൻ്റെ സാധ്യത സ്നേഹത്തോടെ അവൻ പറയണ പോലെ ചെയ്താൽ സാന്നിധ്യം ഉറപ്പാണ്. ഒന്ന് പറഞ്ഞേ, ദൈവസ്നേഹത്തോടെ അവൻ പറയണ പോലെ ചെയ്താൽ സാന്നിധ്യം ഉറപ്പാകുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭൗതിക ആനുകൂല്യങ്ങളെക്കാൾ അങ്ങയുടെ ആത്യന്തിക വാഗ്ദാനമായ ആഗ്രഹിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കൈവീശിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി നിബന്ധന പാലിച്ച ഒരു മനുഷ്യനുണ്ട് ബൈബിളിലെ, പുതിയ നിയമത്തിൽ ഏറ്റവും ടോപ്പായിട്ട്. ഞാൻ അയാളെപ്പോലെ ഉടമ്പടി പാലിച്ച ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി പാലിച്ച അയാളോടാണ് ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണമുണ്ട്. ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. ആരാണെന്ന് പറയാമോ? ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി പാലിച്ച ഒരാളുണ്ട് ബൈബിളിൽ. അയാൾക്കാണ് ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണത്. ആരാണെന്ന് പറയാമോ? പുതിയ നിയമത്തിൽ നിന്ന് പറഞ്ഞാൽ മതി, അറിയൊന്നുമില്ല. സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. കർത്താവ് സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. എനിക്ക് തോന്നിയിരിക്കണത് ഈ ദിവസങ്ങളിൽ പീഡാനുഭവ ധ്യാനങ്ങളുമായിട്ടൊക്കെ സഞ്ചരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ഇതിൻ്റെ സ്വകാര്യ ധ്യാനത്തിൽ വന്നൊരാളാണ് ഈ മൂത്ത പുത്രൻ. ദൈവം എപ്പോഴും, ഞാൻ ഈ അച്ഛനായ കാലം മുതലേ ഇളയ പുത്രനോട്, കർത്താവ് ഇങ്ങനെ ഇളയ പുത്രനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിലും അവൻ ഭയങ്കര ഒരു ബേസിക് കോഴ്സുകാരനാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും.
യഥാർത്ഥ ആള് മൂത്ത പുത്രനാണ്. ദൈവത്തിന് പണ്ട് മൂലമുള്ള ഒരു 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 എന്താണ് ഒരു പ്രവർത്തന രീതിയുണ്ട്. ഏറ്റവും നല്ല സംഭവത്തിനെ മൂടിക്കളയും. അത് ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ ഒരു രീതിയാണ്. നിങ്ങൾ രത്നമാണ് പറയുമ്പോൾ അത് കുഴിച്ചിട്ടിരിക്കണമെന്ന് പറയും. രത്നത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്ത് പറയും? അത് കുഴിച്ചിട്ടിരിക്കുകയാണ്, കുഴിമാന്തി എടുക്കാൻ പറയും. മാന്തി എടുത്താൽ മാത്രം പോരാ, കരസ്ഥമാക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. പോയി നിനക്കുള്ളതെല്ലാം വിൽക്കാൻ പറയും. അപ്പോൾ ഈ മുന്തിയ സംഭവത്തിനെ ഇങ്ങനെ ആകൃതമാക്കിയിട്ട് കുപ്പയിലും കുഴിയിലുമൊക്കെ വെച്ച് കളയും. അതിൽപോലെ കർത്താവ് കുപ്പയിൽ വെച്ച ഒരാളാണ് മൂത്ത പുത്രൻ. നമ്മൾ കുഴിമാന്തി എടുക്കേണ്ടി വരും അയാളെ. ഇന്ന് വരെ അയാളെ പ്രസംഗിച്ചിട്ടുള്ളവരെല്ലാവരും ഈ അലവലാദീനാണ് അങ്ങോട്ട് കയറ്റി വെക്കണം. അവൻ്റെ മാനസാന്തരം വേണ്ട ആനക്കാര്യമായിട്ട് കുട്ടിഘോഷിച്ചിട്ട് എന്നാ പറ്റി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും, ചില അയ്യോഭാവികൾക്കെങ്കിലും വീണ്ടും പാപം ചെയ്യാനുള്ള ലൈസൻസും കിട്ടി. എന്താ വെച്ചാൽ കരഞ്ഞ കൂവി കരുണ തോന്നണമെന്നൊക്കെ പറഞ്ഞ് തൊണ്ട പൊട്ടി അലറിക്കാവിയെ കൂവിയ കർത്താവ് ഉടനെ കരുണ കാണിക്കുമല്ലോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വന്നിട്ടുണ്ട്. അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ വാത്സല്യത്തോടു കൂടി എന്ത് വഴിപഴച്ച ജീവിതം ജീവിച്ചാൽ അവസാനം ഇങ്ങനെ കണ്ണീരിട്ടൊന്ന് മോങ്ങിയാൽ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ ധാരണ ചിലർക്കെങ്കിലും, എല്ലാവർക്കും അല്ല, ചില അയ്യോപാപികൾക്ക് എങ്ങനെ വന്നിട്ട് ഇതെല്ലാം പാപം ചെയ്യാനുള്ള ലൈസൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കൃപയിൽ ഈ ജനം വളർന്നിട്ടുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതൊരു വെല്ലുവിളിയാണ്. പക്ഷേ മൂത്തപുത്രനെ കണ്ടു നോക്കിയേ, മൂത്തപുത്രൻ ഈ ഉടമ്പടി പാലിച്ചൊരാളാണ്. അവനത് പറയണ്ട്. അവൻ ക്ഷോഭിക്കുന്ന ഒരു ക്ഷോഭമാണ് ഈശോ കറക്റ്റ് ചെയ്യണത്. നീ ക്ഷോഭിക്കേണ്ട കാര്യമില്ല. എനിക്കുള്ളത് ഈശോ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. എനിക്കുള്ളത് എൻ്റെ ഇഷ്ടം പോലെ വിതരണം ചെയ്യാൻ പാടില്ല. അത് എപ്പോഴും നമ്മൾ ഈശോ ഇടക്കിടക്ക് പറയുന്നൊരു പ്രമേയമാണ്. ടേക്ക് ദ ബ്രെഡ് ഫോർ എനിക്കുള്ളത്. ശ്രുതികളുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 20:15. മത്തായി 20:15. എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ, ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനു അസൂയപ്പെടുന്നു? അതാണ് മൂത്തപുത്രന്റെ പ്രശ്നം. ആകപ്പാടെ മൂത്തപുത്രനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ കർത്താവ് കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അത് കർത്താവ് മൂത്തപുത്രന് മാത്രമല്ല, അതൊരു ദൈവവചനത്തിൻ്റെ മൗലിക നിലപാടാണ്. 11-ാം മണിക്കൂറിൽ വന്ന ആൾക്കാർക്കും എന്താണ്, 1-ാം മണിക്കൂറിൽ വന്ന ആൾക്കാരുടെ അത്രയും തന്നെ കൊടുത്തു. എനിക്കുള്ളത് എനിക്കിഷ്ടമുള്ള പോലെ വിതരണം ചെയ്യാൻ പാടില്ല. ഞാൻ നല്ലവനായത് കൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? അതാണ് പ്രശ്നം. അപ്പം ഈ ഇളയ മകൻ വരുമ്പോൾ മൂത്ത മകന് പറയണ കാര്യങ്ങൾ അത് തന്നെയാണ്. എന്താ കാര്യം എന്താണ്? അവനെന്താ മൂത്തപുത്രൻ എന്തൊക്കെയാണ് പറഞ്ഞത്? വായിച്ചേ. ലൂക്ക 15:29. ലൂക്ക 15:29. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, മൂത്ത മകൻ, നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. അതാണ് ഉടമ്പടി. ഉടമ്പടി കണ്ടില്ലേ? എങ്കിലും ഉടമ്പടി ഒരിക്കലും പാലിക്കാത്ത, ഒരിക്കലും തെറ്റിക്കാത്ത ഒരാളാണ് ഈ മൂത്ത മകൻ. കണ്ടില്ലേ? അയാൾ പറയണ്ട. ആ വചനമാണ് ഉടമ്പടിയുടെ വചനം. എന്താ പറഞ്ഞു? ഒന്ന് വായിച്ചേ. ഒരിക്കലും. അപ്പൊ ഇതിന് എത്ര നമ്പറാണ്? 15:29. ലൂക്ക 15:21. എന്താണ്? ഒരിക്കലും നിന്റെ കൽപ്പന, നിന്റെ ഉടമ്പടി ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. അപ്പൊ എന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഇവൻ 11-ാം മണിക്കൂറിൽ വന്ന ആളാണ്. തമ്മിലാണ് ഇന്റർ കണക്ട് ചെയ്യണത്. ഞാൻ കണക്ട് ചെയ്യണതല്ല, ഇവിടെ ആളിരിപ്പുണ്ട്. കർത്താവ് പരിശുദ്ധാത്മാരുടെ വചനം ഇന്റർ കണക്ട് ചെയ്യണതാണ് ഈ കാണുന്നത്. അല്ല, ഞാൻ പഠിച്ചതല്ല ഈ സംഭവം. ഇതെന്താ? 11-ാം മണിക്കൂറിലാണ് ഇവൻ വന്നിരിക്കുന്നത്. ആരാണ്? ഈ ധൂർത്തപുത്രൻ. അവന് 1-ാം മണിക്കൂറിൽ വന്ന ആൾക്കാരുടെ അവന് വള കൊടുത്തു, അവന് എന്ത് കൊടുത്തു? പാദരക്ഷ കൊടുത്തു. പിന്നെ എന്ത് കൊടുത്തു? അവന് നല്ല വസ്ത്രങ്ങൾ കൊടുത്തു. 1-ാം മണിക്കൂറിൽ വന്ന ആളിനെ കൊടുത്തത് തന്നെ അവനെയും കൊടുത്തു.
അപ്പോഴാണ് അവൻ പിറുപിറുത്തത്. ഈ പിറുപിറുപ്പ് ഇങ്ങനെ തുടരുകയാണ് ബൈബിളിൽ. അവൻ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 20-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനം. മത്തായി 20:9-11. 11-ാം മണിക്കൂറിൽ വന്നവർക്ക്, പറഞ്ഞ 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദനാറ ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദനാറ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അതാണ് ആദ്യം വന്ന ആൾക്കാരുടെ കൂടെ അവസാനം വന്ന ഞങ്ങളെ അങ്ങ് താരതമ്യപ്പെടുത്തിയല്ലോ, അല്ലേ? ആ വാക്കുകൂടി വായിച്ചേ. മത്തായി 20:12. അവസാനം വന്ന ഇവർ ഇത് ദൂത്തപുത്രന്റെ അനിയനില്ലേ? ദൂത്തപുത്രൻ അല്ല, അവസാനമല്ലേ വന്നത്? അവസാനം വന്ന ഇവന് ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. എന്നിട്ടും പകലിന്റെ അധ്വാനം ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അപ്പൊ മൂത്തപുത്രന്റെ കംപ്ലൈന്റ് അതാണ്. അത് ഇത്തിരി അസൂയയിൽ നിന്ന് വന്ന നീതിബോധത്തിൽ നിന്നൊക്കെ വന്നൊരു കംപ്ലൈന്റ് ആണ്. അത് ലോകരാജ്യത്തിന് നീതി എന്നാണ് മനസ്സിലായത്. ലോകരാജ്യത്തിന് നീതി എന്ന് വന്നിട്ടുള്ള ചില അപഭ്രംശങ്ങളാണ് ഈ വരണത്. മൂത്തപുത്രൻ്റെ ലോകരാജ്യത്തിൻ്റെ നീതിയിലാണ് വിഷയം അവർ കണക്കാക്കുന്നത്. പക്ഷേ ദൈവരാജ്യത്തിന് നീതി വ്യത്യാസമുണ്ട്. അതാണ് എനിക്കിഷ്ടമുള്ളത് എനിക്കുള്ളത് എനിക്കിഷ്ടമുള്ളവർക്ക് നൽകാൻ പാടില്ലേ? ഞാൻ നല്ലവനായത് കൊണ്ട് നീ എന്തിനെ അസൂയപ്പെടുന്നു? അപ്പം അസൂയ വന്നിരിക്കണത് എങ്ങനെയാണ്? ലോകരാജ്യത്തിന് നീതിയുടെ ഫ്രെയിം വർക്കിൽ നിന്നാണ് അസൂയ വരുന്നത്. നീ ദൈവരാജ്യത്തിലേക്ക് വരണമെന്നാണ് ഈ പറയണതിൻ്റെ അർത്ഥം. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും നീതിയും സമാധാനം. റോമ 14:17. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഉറപ്പുവരുത്തുന്ന നീതി ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. ദൈവരാജ്യത്തിൻ്റെ നീതി എന്നുള്ള ലോകരാജ്യ നീതി അല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ധൂർത്തപുത്രന് കിട്ടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? ആ 1 താലന്താണ് ലഭിച്ചത്. അവന് ആ 1 താലന്ത് അവനെ കൊടുത്തു, അത്രേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ്. അപ്പം ദൈവത്തിൻ്റെ കരുണയിൽ നിനക്ക് ഇടമുണ്ടെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നതിൻ്റെ കാരണം. നിൻ്റെ അവസ്ഥ എത്ര മോശമായാലും, നിൻ്റെ പാപകരമായ ജീവിത രീതികളായാലും നീ അനുദപിച്ചാൽ നിനക്ക് ദൈവരാജ്യത്തിലേക്ക് വരാൻ കഴിയും. പക്ഷേ ദൈവരാജ്യത്തിലേക്ക് വരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ പല സ്ഥലങ്ങളുണ്ട്. അതാണ് പ്രശ്നം. അതാണ് ഇവിടെ വിഷയം. ദൈവരാജ്യത്തിൽ നിന്ന് നീ ഒട്ടും അകലെയല്ല. ആ ഉപഗ്രഹം പോലെ വേണേൽ പോകാൻ പറ്റും. അത് ദൈവരാജ്യത്തിൻ്റെ അകത്ത് ചെറുതും വലുതുമുണ്ട്. അത് ഈ 2 വചനവും കർത്താവ് തന്നെ പറഞ്ഞ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആയത്തിലെ കാര്യങ്ങൾ. ദൈവരാജ്യത്തിന് അകലെയല്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 12:34. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. അപ്പൊ ദൈവരാജ്യത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. അവനെന്താണ് ബുദ്ധിപൂർവ്വം പറഞ്ഞ മറുപടി എന്താ? അവന് ബുദ്ധിയുണ്ട്. അവൻ പറഞ്ഞ മറുപടി എന്താ? ബുദ്ധിപൂർവ്വം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടി പാലിക്കാം. ഞാൻ പറയണ പോലെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ നിർബന്ധമില്ല. ആ ബുദ്ധിപൂർവ്വം നമുക്ക് ഇൻ്റലക്ച്വലായിട്ട് റീസണബിളായിട്ട് വിഷയമൊക്കെ എടുക്കാൻ പറ്റും. റീസൺ അല്ല, ബുദ്ധി തലച്ചോറല്ല ഉപയോഗിക്കേണ്ടത്, ഹൃദയമാണ് ഉപയോഗിക്കേണ്ടത്. ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ടത് തലച്ചോറല്ല. അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി എന്നല്ല പറയണത്. മറിച്ച് എന്താണ്? അതിനകത്ത് ഹൃദയമാണ് ഉപയോഗിക്കേണ്ടത്. ദൈവത്തെ സ്നേഹത്തിലാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. ഒന്നൊരു വായിച്ചോളൂ. ശ്രുതികട ഹല്ലേലൂയ. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി. അവൻ എന്ത് ബുദ്ധിപൂർവ്വമാണ് മറുപടി പറഞ്ഞത്? അവൻ്റെ മറുപടി എന്താന്ന് വായിച്ചേ?
മർക്കോസ് 12:32 മുതലുള്ള തിരുവചനങ്ങൾ. മർക്കോസ് 12:32. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ. ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. അപ്പൊ ഈ സംഭവം അക്കാഡമിക് ആയിട്ട് പഠിച്ച് ബുദ്ധിപൂർവ്വം മറുപടി പറയാൻ പറ്റൂ, സർട്ടിഫിക്കറ്റ് കിട്ടും. ദൈവരാജ്യ പ്രവേശിക്കാൻ നിർബന്ധമില്ല. അതാണ് സംഭവം. ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കതെല്ലാം പഠിച്ച് ഇതെല്ലാം മനസ്സിലാക്കിയൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് നിർബന്ധമില്ല. അകലെ അടുത്തൊക്കെ വരാൻ പറ്റും. അത്ര കലല്ലേ ഉള്ളു. ഇത് ബുദ്ധിപൂർവമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമല്ല ബൈബിൾ എന്നുള്ള സൂചനയാണ് വരണത്. ബുദ്ധിപൂർവമായിട്ട് അക്കാഡമിക്കലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല ഇത്. അക്കാഡമിക്കായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് കയ്യും കെട്ടി ഇരുന്നാൽ ദൈവരാജ്യത്തിനകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷേ എന്താണ് പിന്നെ എങ്ങനെ അകത്ത് കയറണത്? ഈ കൽപ്പന എത്രയും ചെറുതായാലും ശരി, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 5:19 ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. പണ്ടത് അകലെ എന്നാ പറഞ്ഞത്. കൽപ്പനകളെ കുറിച്ച് ബുദ്ധിപരമായി മനസ്സിലാക്കുന്നവൻ ദൈവരാജ്യത്തിന് പുറത്താണ്. പക്ഷെ അത് പ്രവർത്തിക്കുന്നവൻ എന്ത് പറ്റും? അവിടെയും വലിപ്പച്ചെറുപ്പമുണ്ട്. അടുത്ത വചനം വായിച്ചേ. എന്നാൽ അത് അനുസരിക്കുകയും കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ഇപ്പൊ രണ്ട് കാര്യമുണ്ട്. എന്താണ്? പത്രം കൊടുത്താൽ മാത്രം പോരാ, അത് വായിച്ചു നോക്കിയിട്ട് അതാണ് വിഷയം പറയണത്. 5:20 എന്താ പറയണത്? അത് അനുസരിക്കുകയും അവൻ പറയണ പോലെ ചെയ്യുക മാത്രമല്ല, അത് അനുസരിക്കുകയും മറ്റുള്ളവരെ അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യണം. ഇപ്പം അതായത് നിങ്ങൾ ഇവിടുന്നെല്ലാം കേട്ട് ഞാനെല്ലാം ഉടമ്പടി പാലിച്ചുകൊണ്ടിരുന്ന കൈ കെട്ടിയിരുന്ന വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവരാജ്യത്ത് ഗ്രഡേഷൻസ് ഉണ്ട്. വലിയവനുണ്ട്. ആ വലിയവനാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും. പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ വന്നതാ. ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വലിയ സാക്ഷ്യങ്ങൾ പറയുന്നതിൻ്റെ കാരണം അതിന് 2 ഹെഡും ആൾക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന്, അവരത് പാലിക്കുന്നു. മറ്റുള്ളവരെ പിന്നെ എന്ത് ചെയ്യും? മറ്റുള്ളവരെ പാലിക്കാൻ വേണ്ടി മറ്റുള്ളവരെ അത് പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ വലിയവനാകാൻ അങ്ങയുടെ കൽപ്പനകൾ അവൻ പറയണത് പോലെ ചെയ്യുകയും അങ്ങനെ ചെയ്യുവാൻ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന സുവിശേഷ ശുശ്രൂഷകനാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. Hallelujah, hallelujah, hallelujah. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവമേ, ഇന്നേയുള്ളിൽ വസിക്കാവരണമേ. ആത്മാവാം ദൈവമേ വരണമേ. ഇന്നേയുള്ളിൽ വസിക്കാവരണമേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗ്ഗം തുറന്നിറങ്ങി വരണമേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗ്ഗം തുറന്നിറങ്ങി വരണമേ.
ഈ ലോകരാജ്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള താരതമ്യത്തിൻ്റെ ഒരു അസൂയ ഉണ്ടല്ല, അത് ഈ ധൂർത്തപുത്രനൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ ദൈവരാജ്യത്തിലെ വലിയവനാകും. ധൂർത്തപുത്രൻ മൂത്തമൻ്റെ പ്രശ്നം അതാണ്. ഈ ലോകരാജ്യത്തിൻ്റെ ഒരു മുഴക്കോല് വെച്ചിട്ടുണ്ടാണ് ഈ ഇളയവൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ അവന് വേണ്ടി കൊടുത്ത കാളക്കുട്ടിയെ കൊന്നപ്പോൾ ഇവന് സങ്കടം വന്നത്. അത് ലോകരാജ്യം, അവൻ പഠിച്ചു വെച്ച ലോകരാജ്യത്തിൻ്റെ രീതിയാണ്. പക്ഷെ അപ്പൻ പുറത്തേക്ക് വന്നിട്ട് അവനോട് സാഷ്ടാംഗം പറയുന്നുണ്ട്. അപ്പം പുറത്തേക്ക് വരുന്നുണ്ടേ. മൂത്തമകൻ മോശക്കാരനായിരുന്നെങ്കിൽ അപ്പം പുറത്ത് വരത്തില്ല. അവൻ പുറത്ത് വന്നിട്ട് അവനെ സാന്ത്വനപ്പെടുത്താൻ നോക്കിയെന്നാണ് പറയണത്. അച്ഛൻ്റെ കാര്യം എന്താണ്? അവൻ ഭയങ്കര വിലപ്പെട്ടവനാണ്. അവൻ കെറിച്ച് പോകാനാ വേദനിക്കാനാ അപ്പൻ ഇഷ്ടപ്പെടുന്നില്ല. മൂത്തമകനെ കാര്യം അവൻ സ്വകരാജ്യത്തിലെ വലിയവനാകണമെങ്കിൽ ഇവനെപ്പോലല്ല. അവൻ ഈ തിരിച്ചു വന്നവൻ കാറിക്കൂവി കർണ തോന്നണമെന്നൊക്കെ പറഞ്ഞ് തൊണ്ട പൊട്ടിച്ച് വന്നിട്ടുള്ള ഈ കക്ഷിയില്ലേ, അയാൾ സ്വർഗരാജ്യത്തിൽ ചെറിയ ആളാണ്, മറ്റവൻ വലിയവനാണ്. എന്താ കാര്യം? അവൻ പറയുന്നുണ്ട്, ഇത്ര കാലം നിൻ്റെ ഒരു കൽപ്പന പോലും ഞാൻ ലംഘിച്ചിട്ടില്ല, ഒരു കുഞ്ഞാടിനെ പോലും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 15:28 മുതലുള്ള തിരുവചനങ്ങൾ. 15:28. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. അയ്യോ, എന്ത് രസമാ! അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ പട്ടാങ്ങി പറയണേ, സ്വകരാജ്യത്തെ വലിയവനാണ് അവനോട് പട്ടാങ്ങി പറയും. കാര്യം എന്താണ്? അവൻ ക്ലീൻ ചിട്ടുള്ളവനാണ്. അവൻ പറയുന്നുണ്ട്. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എന്നെ വഴക്കേണ്ട കാര്യമില്ല, എൻ്റെ മനസ്സ് ചങ്ക് വേദനിക്കുകയാണ്, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറെ കാര്യം പറഞ്ഞു. നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന, അതാണ് ഉടമ്പടി എന്ന് ഞാൻ പറഞ്ഞത്, നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. നിങ്ങളും പറയും, ഞാൻ ഉടമ്പടി എല്ലാം ചെയ്തില്ലേ, എത്ര തിരികൾ ഞാൻ കത്തിച്ചു അല്ലേ, എന്നിട്ട് ഉടമ്പടിയൊന്നും ഇല്ല ജീവിക്കുന്ന ആൾക്കാരെ നീ അനുഗ്രഹിച്ചില്ലേ, ഞാനെന്നും ബിഷപ്പിൽ ജീവിക്കണില്ല എന്ന് പറയുമ്പോൾ അപ്പന് പറയാൻ വാക്കുണ്ട്. പിന്നെ അപ്പൻ എപ്പോൾ വിളിക്കണമെന്ന്, അപ്പം മറ്റവനെ വിളിക്കാഞ്ഞൊരു വാക്ക് ഇവനെ വിളിക്കും. എന്താണ്? വായിച്ചേ. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. That is the presence. He is feeling the presence. അതായത് ഇവൻ്റെ അപ്പൻ തൻ്റെ പ്രസൻസ്, ദൈവം വാഗ്ദാനത്തിൽ ഉള്ളതാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന്. മനസ്സിലായില്ലേ? വാഗ്ദാനത്തിലുള്ളതല്ലേ. ഇപ്പോൾ ജോഷുവ 1:9 പുറപ്പാട് 33:14 ഉണ്ട്, ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. അത് വാഗ്ദാനത്തിലുള്ളതാണ്, നിൻ്റെ കൂടെ ഞാനുണ്ടാകുമെന്ന്. പക്ഷെ വാഗ്ദാനമില്ലാത്ത, ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാര്യം എന്താണ്? നീ എൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ളതാണ് ആ പ്രശ്നം. അതങ്ങനെ ആർക്കും ഗ്യാരണ്ടി ചെയ്തിട്ടില്ല. ആദ്യം ജോമോളൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞ പോലെ മാതാവിനും ഗ്യാരണ്ടി ചെയ്ത്, അത് മാലാഖ് ഗ്യാരണ്ടി ചെയ്ത ഗ്യാരണ്ടിയാണ്. ഈശോൻ്റെ വായിൽ നിന്ന് നേരിട്ട് പറയണത് എന്താണ്? എൻ്റെ മകനെ, നീ എപ്പോഴും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നല്ല പറയണത്, എൻ്റെ മകനെ നീ ഉടമ്പടി പാലിച്ച് എൻ്റെ കൂടെ ഒരു പരാതിയുമില്ല ഇത്രയും നാൾ ജീവിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാവോ? എല്ലാം കൊടുക്കുന്ന എൻ്റെ കൂടെയാണ് നീ ഉണ്ടായിരുന്നതെന്ന്. അല്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായതിനൊക്കെ വലുതാണ്. ഇതാണ് പ്രസൻസ്. നമ്മൾ ഉടമ്പടി നമ്മളെ ദൈവത്തിന്റെ കൂടെയാക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൽപ്പനകൾ പാലിച്ച് അവിടത്തോടൊത്ത് വസിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ
തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. പാടുക. ഇപ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛനിലൂടെ എന്താ പറയണത്? ദൈവത്തിലെ നീ ദൈവം ഇങ്ങോട്ട് തരാനുള്ള രീതിയിലാണ് കണക്ക് അവസാനിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് അവസാനിക്കുമ്പോൾ ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം. മനസ്സിലായില്ലേ? ഈ കണക്ക് ക്യാരി ഓവർ, നിത്യതയിലേക്കുള്ള പേജിലേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ദൈവം ഇങ്ങോട്ട് തരാനുള്ള രീതിയിലാണ് ഈ മൂത്തപുത്രൻ്റെ കണക്ക് അവസാനിക്കുന്നത്. എന്താണുള്ളത്? ഇത്രയും കാലം ഞാൻ നീ പറഞ്ഞതൊന്നും അനുസരിക്കാതിരുന്നിട്ടില്ല, എന്നിട്ട് എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കാൻ ഒരു കുഞ്ഞാടിനെ പോലും ചോദിച്ചപ്പോൾ നീ എനിക്ക് തന്നില്ല. അപ്പം അപ്പം പറഞ്ഞ വാക്കെന്താണ്? എൻ്റെ മകനെ, എനിക്കുള്ളതെല്ലാം. ആ വാക്ക വായിച്ച അപ്പോൾ പിതാവ് പറഞ്ഞു, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. ഞാൻ നിന്നോട് കൂടെ ഉള്ള കാര്യമല്ല ഇപ്പൊ പറയണത്. നീ എപ്പോഴും ആ ഉടമ്പടി ജീവിക്കുന്ന വ്യക്തി എന്താണ്? നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അതാണ് ഞാൻ ദൈവരാജ്യത്തിലെ വലിയവനാണ് അവനെന്ന് പറയണത്. മറ്റവൻ ചെറിയവനാണ്. അപ്പം അനുതാപപ്പെട്ട് കരുണ തോന്നണമെന്ന് വിളിച്ചു കൂവി അവസാനം 15 മണിക്കൂറിൽ എത്തുന്നേക്കാൾ നല്ലതാണ് മര്യാദയ്ക്ക് ദൈവത്തിൻ്റെ കൂടെ വചനം കേട്ടും പാലിച്ചും ജീവിച്ചും ദൈവത്തിൽ നിന്ന് ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും വിശ്വസ്തയോടെ നിന്നും വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മത്തായി 5:19 എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. മനസ്സിലായില്ലേ? സ്വർഗരാജ്യത്തിൽ പോലും വലിയവനും ചെറിയവനുണ്ട്. അത് ഈ ചെറിയവനെന്ന് പറയുന്നതാണ് ഈ ധൂർത്തപുത്രൻ. വലിയവനെന്ന് പറയുന്നത് ആരാണ്? മൂത്ത മകനാണത്. അവന് ചിലപ്പോൾ അവൻ ഉടമ്പടി പാലിച്ചൊക്കെ ജീവിക്കും. ചിലപ്പോൾ അത്യാവശ്യ സമയത്ത് ദൈവം അവന് ഉപകരിക്കത്തില്ലെന്ന് വരും. പക്ഷെ അവനവിടെ നിൽക്കും. അങ്ങനെ നിൽക്കണം എന്നാണ് അപ്പം ആഗ്രഹിക്കണത്. പരാതികളില്ലാതെ നിൽക്കണം. പക്ഷെ അവൻ പ്രഷ്യസാണ്. ഈ അപ്പം കാണിക്കുന്ന പരവേശം ഒന്ന് ഇളയനെ ഇറങ്ങിപ്പോയപ്പോൾ കാണിച്ചില്ലല്ല. അവൻ എൻ്റെ ഓഹരി നിങ്ങളുടെ തരിക, എനിക്ക് എൻ്റെ വഴി നിങ്ങളുടെ വഴിയെന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ കിടക്കണ ചട്ടി കഴിഞ്ഞ വെട്ടിമുറിച്ച് പകുതി കൊടുത്തല്ല. അവൻ വീട്ടിൽ പുറത്ത് പോയിട്ട് അപ്പം കയറി പുറത്തിറങ്ങുകയോ മനെ പോയല്ലേ മോനെ, നമ്മൾ തറവാടായിട്ട് ഒരുമിച്ച് ജീവിക്കണമല്ലേ, നമ്മുടെ കൂടെ തറവാടിന് മോശമില്ല, നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട് ഒരു പട്ടാങ്ങാൻ പറഞ്ഞില്ല, പോയി തൊലയിടത്ത് പറയും. അതാണ് ആ നിലവഴിന്ന്. എന്ന് ഇവൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവനെ പിടിച്ചു നിർത്തി. മൂത്താൻ പോയപ്പോൾ അപ്പം വിഷയം മാറി അവനെ സാന്ത്വനപ്പെടുത്താൻ തുടങ്ങിയെന്നാണ്. എന്നാൽ ഈ സാന്ത്വനം നേരത്തെ ആകുമായിരുന്നില്ല. നമ്മുടെ കയ്യിരിപ്പ് അനുസരിച്ചാണ് ദൈവം നമുക്ക് സാന്ത്വനം വേണ്ടതെന്ന് തീരുമാനിക്കണത്. നിസ്സാര കാര്യമല്ല ഈ പറഞ്ഞു വരണത്. സീരിയസ് ആണ് വിഷയം സീരിയസ് ആണ്. നിങ്ങൾക്ക് പാപം ചെയ്യാൻ 1 by 1 ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിച്ചത് നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. എന്താ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ രാജ്യമാണ്. എനിക്കുള്ളതെല്ലാം ലോകത്തുള്ളതെല്ലാം നിനക്ക് കിട്ടി, പക്ഷേ എനിക്കുള്ളതെല്ലാം അത് ഇവന് ചെരുപ്പ് മോതിരമൊക്കെ കിട്ടുന്നതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. അവസാന പ്രമാണത്തിൽ എഴുതിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം വന്നവന് ചെരുപ്പ്, മോതിരം, ഇളയ മകൻ തിരിച്ചു വന്നിട്ടുണ്ട്, അവന് ചെരുപ്പ് കൊടുക്കണം, അവന് മോതിരം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം. താഴെ അപ്പം എഴുതി വെച്ചിരിക്കണം ബാക്കിയുള്ളതെല്ലാം എൻ്റെ മൂത്തവന് കൊടുക്കണമെന്ന്. എനിക്കുള്ളതെല്ലാം ആ പ്രമാണം അവസാനിക്കണം. അങ്ങനെയാണ്. കർത്താവിൻ്റെ കഥയിലൊന്നും മിസ്റ്റേക്കില്ല. നമ്മൾ മനസ്സിലാക്കിയതിലാണ് മിസ്റ്റേക്ക്. കർത്താവിൻ്റെ പ്രമാണം ഇതെല്ലാം ഈ മോതിരവും ചെരുപ്പും എല്ലാം ആദ്യം എഴുതിയപ്പോൾ നമ്മൾ ഓർത്തതെല്ലാം അവൻ്റെ കട. പക്ഷെ പ്രമാണം അവസാനിക്കുമ്പോൾ പറയും എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്.
അതെഴുതി അപ്പൻ ഒപ്പിട്ട് കളയും, തീർന്നു, മറ്റവൻ ഞൊട്ടി. അപ്പം ആവശ്യമില്ലാത്ത അഭ്യാസം കാണിച്ച് പിന്നീട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആർത്ത് വിളിച്ച് തിരിച്ചു വരണം, അങ്ങനെ സീനുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊക്കെ ദൈവത്തിന് വല്ല പ്രാർത്ഥന അധികം കേൾക്കണില്ല എന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂടെയാണ് നമ്മളെന്നുള്ള ബോധത്തിൽ നിൽക്കുന്ന കരുത്തുള്ള ഒരു സുവിശേഷ വ്യക്തിത്വമുണ്ട്. അതാണ് ഉടമ്പടി അവസാനം ലക്ഷ്യം വെക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവൻ വല്ലവനല്ലോ ദയയെന്നുമുള്ളവൻ, അവൻ വല്ലവനല്ലോ സ്തുതിയെന്നുള്ളവൻ, അവൻ വല്ലവനല്ലോ ദയയെന്നുമുള്ളവൻ, അവൻ വല്ലവനല്ലോ സ്തുതിയെന്നുള്ളവൻ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ, ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ, സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവൻ, സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവൻ. അവൻ വല്ലവനല്ലോ ദയയെന്നുമുള്ളതും, അവൻ വല്ലവനല്ലോ സ്തുതിയെന്നുള്ളവൻ, അവൻ വല്ലവനല്ലോ ദയയെന്നുമുള്ളതും, അവൻ വല്ലവനല്ലോ സ്തുതിയെന്നുള്ളവൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. കർത്താവ് ഇത്രയും നേരം വചനങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വചനത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങളെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷ ആരംഭിച്ചത്. അത് അവസാനിക്കണം ദൈവത്താൽ നമ്മളെ പഠിപ്പിക്കപ്പെട്ടതിന് ശേഷം. ഇപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. നിങ്ങളുടെ രോഗങ്ങൾ, ഭാരങ്ങൾ, ജീവിത ദുരിതങ്ങളുടെ മേലെല്ലാം ദൈവിക സമാശ്വാസവും ശക്തിയും ലഭിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കേണ്ട. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനം അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഈ അൾത്താറയിൽ നടന്ന ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ മാറിയ രോഗങ്ങളെ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവെ ചെകിടിന് കേട് നൽകിയവനെ, കർത്താവെ ഊമന് സംഭാഷണത്തിന് നൽകിയവനെ, കർത്താവെ മഹോരോഗ്യ സുഖപ്പെടുത്തവനെ, കർത്താവെ തലവാരോഗ്യ സുഖപ്പെടുത്തവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുമറുപാടുന്ന വലതുകരം, അണിപ്രധാർന്ന അത്ഭുതകരം ഓരോ മകന്റെ മേലും മകളുടെ മേലും വെക്കണമേ. അടിപ്പിണർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി
യേശു ക്രിസ്തുവിൻ്റെ ശക്തി, ഉയർത്തെഴുന്നേറ്റ ശക്തി ഉച്ചമുതൽ ഉള്ളംകാൽ വരെ പ്രസരിക്കട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാർഗരോഗങ്ങൾ, തീരാവേദങ്ങൾ, അസ്ഥിരോഗങ്ങൾ, അസ്ഥിയുരുക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, പരീക്ഷയിലെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ ആശങ്കാകുലമായ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും ആൾക്കാരെ പ്രാർത്ഥിക്കുന്നു. കാര്യം കുഞ്ഞുങ്ങളെ തോക്കുകയും അവർക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരുടെ ചങ്ക് തകരും. അതുകൊണ്ട് അച്ഛൻ ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളെ കർത്താവ് അങ്ങയുടെ തിരുസന്നിധി വീണ്ടും സമർപ്പിക്കുന്നു. കർത്താവ് ഹൈസ്കൂൾ മുതൽ, കോളേജ് മുതൽ, മെറിറ്റ് പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, കോമ്പറ്റേറ്റീവ് എക്സാമിൻസ്, മത്സര പരീക്ഷകൾ എല്ലാം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് കർത്താവ് ഞെട്ടിപ്പിക്കുന്നു. നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കുന്നു. കർത്താവ് അവരുടെ പരാധീനം പോരായ്മ പരിഹരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അവർ ആഴമായി വിശ്വസിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ഒരു ജീവിതം, വിശ്വാസത്തിൻ്റെ സാക്ഷ്യ ജീവിതം തുടരാൻ വേണ്ടി അവരുടെ ഉദ്യമങ്ങളെ നീ കർത്താവ് നീ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാൾ ദൈവശക്തിയാൽ വിജയത്തിൻ്റെ ദൈവം കർത്താവെ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും നിങ്ങൾ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുകയും ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. ബാബാ നിറയ്ക്കണമേ യേശു, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ, പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ, രക്തത്താൽ കഴുകണമേ ഈശോ, നിത്യഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വകാര്യമായ പ്രതിസന്ധി ഇരിക്കുന്നവരെയാണ് അച്ഛനിപ്പോൾ ഓർക്കുന്നത്. ചില വ്യക്തികൾ ചില വിഷയങ്ങളിൽ കുരുങ്ങിയിരിപ്പുണ്ടാകും. അവർക്ക് സഹിക്കാനാവാത്ത ചങ്കിന് വേദന അനുഭവിക്കുന്നവരുണ്ടാകും. അവരെ ഞാൻ ഇപ്പോഴേക്ക് അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഇപ്പോഴും അച്ഛൻ ഞങ്ങളുടെ വിഷമ സ്വകാര്യ ദുഃഖങ്ങൾ പറയണം എന്നാഗ്രഹിക്കുന്നവർക്ക് കർത്താവിൻ്റെ അരുളപ്പാടാണിത്. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിങ്ങൾക്ക് ദുഃഖവും ഭാരവും ഉണ്ടാക്കുന്ന ജനങ്ങളുടെ സംസാരങ്ങൾ, അതുപോലെ തന്നെ മറ്റ് കേസുകൾ, വഴക്കുകൾ, നിങ്ങൾക്കെതിരെ പതിയിരിക്കുന്നവർ, നിങ്ങളുടെ പ്രാണനെ തോൽപ്പിക്കാൻ നോക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവർ, നിങ്ങളെ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നവർ, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവർ, നിങ്ങളുടെ ഭാഗധേയങ്ങളും ഓഹരികളും നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ, നിങ്ങൾക്കെതിരെ ഗ്രൂപ്പ് കൂടുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസമർത്താരെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ശക്തിയാൽ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ നിങ്ങൾക്കെതിരെയുള്ള നാരക ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ നിഗനിക്കപ്പെടട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദുരിതങ്ങളെയും തടസ്സങ്ങളെയും ആരാധനയിലൂടെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി കഴുകണമേശോ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, ഈ പ്രാർത്ഥനയെ കൂടാൻ വേണ്ടി നിങ്ങൾക്ക് കർത്താവ് നൽകിയ വിളിയാണ്, ദൈവവിളിയാണ്.
ദൈവാനുഗ്രഹമാണ്. ഇപ്പോഴും ആരാധനയിൽ അരികിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വായിക്കാൻ ഞങ്ങൾ വൈദികരും സിസ്റ്റേഴ്സും ശുശ്രൂഷകരും ഉണ്ട്. നിങ്ങളിപ്പോൾ മൗനമായി നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഈ ആലയത്തിൽ പ്രവേശിച്ചത് അത് മാതാവിൻ്റെ മധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുക. മൗനമായി വീണ്ടും ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് രോഗപീഡിതരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ ഓപ്പറേഷന് വേണ്ടി ചീട്ട് കുറിച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഓപ്പറേഷൻ വിജയകരമാകുവാനും കർത്താവ് അങ്ങ് വിചാരിച്ചാൽ ഓപ്പറേഷൻ വേണ്ടെന്ന് വെക്കാനും കഴിയും കർത്താവ്. അങ്ങനെ അനന്തമായ കാരുണ്യത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവ്. ഓപ്പറേഷൻ തിയേറ്ററിൽ കർത്താവ് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഉപയോഗിക്കുന്ന മരുന്നുകളെ എല്ലാ പ്രൊസീജിയറും പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഉന്നതമായ ആരോഗ്യത്തോടെ അവർ തിരികെ വരുന്നതിനായി ഇടിമുഴക്കം പരിശോധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ ആഴ്ചയിൽ ജോലി അന്വേഷിച്ച് പോകുന്നവരെ, സർവീസ് സംബന്ധമായ കാര്യത്തിൽ പോകുന്നവർ, യാത്ര സംബന്ധമായ കാര്യത്തിന് വേണ്ടി പോകുന്നത്, സാങ്കേതികമായ നിയമപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, വീട്ടിൽ നിന്ന് ഓരോരോ ഉദ്യമങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരെല്ലാവരും പരിശുദ്ധ അമ്മ ദേവമാതാ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷഘടത സ്ഥിരീകരണത്തിനായി ദൈവത്തിൻ്റെ അടയാളം, സ്വർഗീയ അടയാളം ഞാൻ നിനക്കും എൻ്റെ ദൂതനയക്കും നല്ല കർത്താവിൻ്റെ ദൂതൻ്റെ സാന്നിധ്യം നിന്റെ നീ പോകുന്നിടത്തിൽ അനുഭവവേദ്യമാകുന്നതിന് വേണ്ടി ഇടിമുഴക്കം പരിശോധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ. വരേണമേ എന്നാൽ തിരയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. മുട്ടയിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കുക. സമാപനാശീർവാദം സ്വീകരിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ആരാധനയിൽ തുടക്കത്തിൽ ഈശോ സംസാരിച്ചതുപോലെ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. ഈശോയെ, മരിയൻ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് നിന്റെ വചനങ്ങൾ ശ്രവിച്ച് അത് പാലിച്ച് നടപ്പിൽ വരുത്തി നീ ഞങ്ങളോടൊത്ത് വസിക്കുവാനുള്ള നിന്റെ സാന്നിധ്യം എന്നും ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുവാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ വചനങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി ഞങ്ങളും സ്വർഗരാജ്യത്തിൽ വലിയവരാകുവാൻ ഈശോയെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആവേ